In this video, I am going to discuss about types of die. സിലബസിലെ ഈ പോർഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഡൈ, പ്രോഗ്രസീവ് ഡൈ, കോമ്പൗണ്ട് ഡൈ ആൻഡ് കോമ്പിനേഷൻ ഡൈ. സോ ആസ് പെർ സിലബസ് 3 ഡൈ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രോഗ്രസീവ് ഡൈ, കോമ്പൗണ്ട് ഡൈ ആൻഡ് കോമ്പിനേഷൻ ഡൈ. ഓക്കെ. സോ ടൈപ്സ് ഓഫ് ഡൈ. So what is the main application of a die is which is used in sheet metal operations for cutting operation or non-cutting operation. അപ്പോൾ ഷീറ്റ് മെറ്റലായിട്ട് റിലേറ്റ് ചെയ്ത കട്ടിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ നോൺ കട്ടിംഗ് ഓപ്പറേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഡൈസ് യൂസ് ചെയ്യുന്നത്. ഡൈസിൻ്റെ വേറൊരു പേരാണ് പ്രസ് ടൂൾസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രസ് ടൂൾസ്. സോ വി ഹാവ് 6 type of dice, that is open tool, guide plate tool, പ്രോഗ്രസീവ് ടൂൾ, കോമ്പൗണ്ട് ടൂൾ, കോമ്പിനേഷൻ ടൂൾ ആൻഡ് ഇൻവേർട്ടഡ് ഡൈ. ഇതിൽ നിങ്ങൾ സിലബസ് പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസീവ് ടൂളും കോമ്പൗണ്ട് ടൂളും കോമ്പിനേഷൻ ടൂളുമാണ്. ഓക്കെ. സോ ഐ വിൽ ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഓപ്പൺ ടൂൾ ആൻഡ് ഗൈഡ് പ്ലേറ്റ് ടൂൾ. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ മൂവ് ദിസ് പ്രോഗ്രസീവ് ടൂൾ, കോമ്പൗണ്ട് ടൂൾ ആൻഡ് കോമ്പിനേഷൻ ടൂൾ. ഓക്കെ. ഫസ്റ്റ് വൺ, ഓപ്പൺ ടൂൾ. See, open tool is a simplest type of tool and which is used for open tolerated components which have less accuracy and precision. സോ ഓപ്പൺ ടൂൾ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂളാണ് ഓപ്പൺ ടൂൾ എന്ന് പറയുന്നത്. കോമൺലി ഓപ്പൺ ടൂൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ടോളറേറ്റഡ് കോമ്പണൻസ് യൂസ് ചെയ്യാനാണ്. അതായത് ആക്യുറസി ഒക്കെ കുറഞ്ഞ, ടോളറൻസ് കുറഞ്ഞ കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്പൺ ടൂൾ കൺസിസ്റ്റ് ഓൺലി പഞ്ച് ആൻഡ് ഡൈ. See, this is the construction of an open tool. Open tool only consists of punch and die. See, this is the die and punch. So die that will be fixed over the bed of the press and punch that will be fixed in the ram of the press. അപ്പോൾ ഡൈ എന്ന് പറയുന്നത് പ്രസ്സിൻ്റെ മുകളിൽ, ബെഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യും. പഞ്ച് എന്ന് പറയുന്നത് പ്രസ്സിൻ്റെ റാമിലായിരിക്കും ഫിക്സ് ചെയ്യുക. സോ ഡൈ വിൽ നോട്ട് ബി മൂവിങ്, ദാറ്റ് വിൽ ബി റിമൈൻ സ്റ്റേഷനറി ഓവർ ദി പ്രസ് ബെഡ്. പഞ്ച് ദാറ്റ് വിൽ ബി മൂവിങ് ഇൻ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ. അപ്പോൾ പഞ്ച് താഴോട്ട് മൂവ് ചെയ്തിട്ട് ഷീറ്റ് മെറ്റലിന് മുകളിൽ, ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഈ ഡൈയുടെ മുകളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ പഞ്ച് താഴോട്ടേക്ക് മൂവ് ചെയ്ത് ഷീറ്റ് മെറ്റലിന് മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് ഐദർ എ ബ്ലാങ്കിങ് ഓർ പിയേഴ്സിങ് ഓപ്പറേഷൻ വിൽ ബി ടേക്കിംഗ് പ്ലേസ്. ഓക്കെ. സോ ദ മെയിൻ ആപ്ലിക്കേഷൻ ഈസ് ഓൺലി, ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഈസ് ഓൺലി ലിമിറ്റഡ് ടു ഓപ്പൺ ടോളറേറ്റഡ് കോമ്പണൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഗൈഡ് പ്ലേറ്റ് ടൂൾ. See, this is the guide plate tool. In this type of tool, the punch are guided through a plate before it touches the die face, and hence the punch and die are aligned, giving life comparatively for the die. So, in your case, punch is guided through a plate that is known as guide plate before the punch touches the die plate. Punch ഡൈ പ്ലേറ്റ് ടച്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് പഞ്ച് ഒരു പ്ലേറ്റിലൂടെ ഗൈഡ് ചെയ്യും. അതിനെയാണ് ഗൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗൈഡ് പ്ലേറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഡൈ പ്ലേറ്റ്. സോ ഈ ഒരു പ്ലേറ്റിലൂടെ മൂവ് ചെയ്തതിന് ശേഷമാണ് പഞ്ച് എന്ത് ചെയ്യുന്നത്, ഷീറ്റ് മെറ്റലിന് മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഇതാണ് ഷീറ്റ് മെറ്റൽ. ഈ കാണുന്നതാണ് ഷീറ്റ് മെറ്റൽ. ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഗൈഡ് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ശരിക്കും ഇങ്ങനെയായിരിക്കും ഗൈഡ് പ്ലേറ്റ്. അതിനെ സ്ട്രിപ്പർ പ്ലേറ്റ് എന്ന് പറയും. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക സൈഡിൽ നോക്കുന്ന സമയത്ത്. ഇതാണ് ഡൈ. സോ ഇതിലൂടെ സ്ട്രിപ്പിനാ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലിനെ ഫീഡ് ചെയ്യാണ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു ഡയറക്ഷനാണ്. സോ ഈ ഒരു സ്ലോട്ടിലൂടെ എന്ത് ചെയ്യും, ഷീറ്റ് മെറ്റലിനെ ഫീഡ് ചെയ്യും. ദെൻ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഡൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഡൈയുടെ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഈ പ്ലേറ്റിൽ ഒരു ഹോൾ ഉണ്ടാവും. ദെൻ ഈ ഹോളിലൂടെയാണ് പഞ്ചിന് എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്. സോ ബിഫോർ ദ പഞ്ച് ടച്ചസ് ദ ഡൈ, ദ പഞ്ച് ഈസ് ഗൈഡഡ് ബൈ എ പ്ലേറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് ഗൈഡ് പ്ലേറ്റ്. സോ പഞ്ച് ആൻഡ് ഡൈ ആർ പ്രോപ്പർലി അലൈൻഡ് and which will increase the die life. Okay, so that is known as guide plate tool. അപ്പോൾ ഗൈഡ് പ്ലേറ്റ് ടൂളിൽ പഞ്ചും ഡൈയും അല്ലാതെ ഡൈയുടെ മുകളിൽ ഒരു ഗൈഡ് പ്ലേറ്റ് ഉണ്ടാവും. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ ഗൈഡ് പ്ലേറ്റ് ഈസ് വിച്ച് വിൽ ഗൈഡ് ദി പഞ്ച് ബിഫോർ ദ പഞ്ച് ടച്ചസ് ദി ഡൈ പ്ലേറ്റ്. പഞ്ച് ഡൈ പ്ലേറ്റ് ടച്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് പഞ്ചിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. ഏത്, ഗൈഡ് പ്ലേറ്റ്. ഓക്കെ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഗൈഡ് പ്ലേറ്റ് ടൂൾ. ആൻഡ് തേർഡ് വൺ ഇസ് എ പ്രോഗ്രസീവ് ഡൈ. സോ ദിസ് ഈസ് as per your syllabus, the progressive die. See, in progressive tool, one or more press working operations are carried out simultaneously at a single stroke of the press
by mounting separate set of dies and punch. അപ്പോൾ എന്താണ് പ്രോഗ്രസീവ് ടൂൾ എന്ന് പറയുന്നത്? പ്രോഗ്രസീവ് ടൂളിൻ്റെ കേസിൽ ഒരു സിംഗിൾ സ്ട്രോക്ക് ഓഫ് ദി പ്രസ്, അതായത് പ്രസ് ടൂളിൻ്റെ ടോപ്പ് ഹാഫ് ഒരു പ്രാവശ്യം താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് there are different operations will be taking place at different workstations. So one or more press working operation will be taking place in a single stroke of the press. അപ്പോൾ ഒരു പ്രസ്സിൻ്റെ ഒരു സ്ട്രോക്കിൽ വൺ ഓർ മോർ ഓപ്പറേഷൻസ് എന്ത് ചെയ്യും, ടേക്ക് പ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഗ്രസീവ് ഡൈ. For the appropriate function at different stations, the stock material is advanced to different stations to produce complete workpiece. Thereafter, a complete component is produced on each stroke of the press, and the distance between two corresponding stations should be same. The station to station distance is called pitch. So, ഒരു പ്രോഗ്രസീവ് ടൂളിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് പ്രോഗ്രസീവ് ടൂളിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് press, one more operations will be taking place. That may be cutting or non-cutting, anything. One more operations will be taking place. In a progressive tool consists different workstations. Through each workstation, the sheet metal is passing. So each single stroke of press, one complete component will be produced. അപ്പോൾ ഈ പ്രോഗ്രസീവ് ടൂളിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേഷനിലൂടെയൊക്കെ ഷീറ്റ് മെറ്റൽ കടന്നു പോകുന്ന സമയത്ത് ഓരോ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ നടക്കും. അത് കട്ടിങ് ഓപ്പറേഷൻ ആവാം, ചില നോൺ കട്ടിങ് ഓപ്പറേഷൻ ആവാം, എനിത്തിങ് വിൽ ബി. ദെൻ അവസാനത്തെ സ്റ്റേഷനിൽ എത്തുന്ന സമയത്താണ് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സ്ട്രോക്ക് ഓഫ് പ്രസ്സിൽ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ കേസ് സ്റ്റഡി പ്രോഗ്രസീവ് ഡൈ ഫോർ പ്രൊഡ്യൂസിങ് വാഷർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോഗ്രസീവ് ഡൈ. സോ ഇതാണ് വാഷർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോഗ്രസീവ് ഡൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ദിസ് ഈസ് എ ഡൈ പ്ലേറ്റ്, ഇതാണ് ഡൈ പ്ലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് സ്ട്രിപ്പർ പ്ലേറ്റ് ഓർ ഗൈഡ് പ്ലേറ്റ്, ആൻഡ് ദിസ് ഈസ് 2 പഞ്ചസ്, ആൻഡ് ദിസ് ഈസ് പഞ്ച് ഹോൾഡർ. ഓക്കെ, ഇപ്പോൾ ഒരു വാഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് സ്റ്റഡിയാണ്. സോ വാഷർ എന്ന് പറയുമ്പോൾ ഇതുപോലെയായിരിക്കും വാഷർ ഉണ്ടാവുക. അപ്പോൾ വാഷർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പിയേഴ്സിങ് ഓപ്പറേഷനും രണ്ടാമത്തത് ബ്ലാങ്കിങ് ഓപ്പറേഷനുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തു എന്താണ് പിയേഴ്സിങ് ഓപ്പറേഷനും ബ്ലാങ്കിങ് ഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പിയേഴ്സിങ് ഓപ്പറേഷൻ മീൻസ് സിംപ്ലി എ ഹോൾ മേക്കിംഗ് പ്രോസസ്. ബ്ലാങ്കിങ് ഓപ്പറേഷൻ മീൻസ് എ ഒരു ബ്ലാങ്ക് ഈസ് കട്ട് or flat stamp is cut out from the sheet metal. സോ ഒരു വാഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു പിയേഴ്സിങ് ഓപ്പറേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാങ്കിങ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ പിയേഴ്സിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇനീഷ്യലി ഒരു സ്ട്രിപ്പ് ആയിരിക്കും. വി ഹാവ് എ സ്ട്രിപ്പ്, ഇതിനെയാണ് ഷീറ്റ് മെറ്റലിനെയാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ സ്ട്രിപ്പ് ആയിരിക്കും. സോ ആദ്യം എന്ത് ചെയ്യും, ഒരു ഹോൾ ചെയ്യും. സോ ദാറ്റ്സ് ദിസ് ഹോൾ പിയേഴ്സിങ്. ഇതിനെന്ത് ചെയ്യും, ബ്ലാങ്കിങ് ചെയ്യും. സോ ഈ ബ്ലാങ്കിങ് ചെയ്ത് പുറത്ത് വരുന്നതാണ് എന്ത്, വാഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രോഗ്രസീവ് ടൂൾ. പ്രോഗ്രസീവ് ടൂളിൻ്റെ കേസിൽ നമുക്ക് രണ്ട് സ്റ്റേഷൻസ് ഉണ്ട്, ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഓരോ ഓപ്പറേഷനാണ് നടക്കുക. അപ്പോൾ ഈ ഷീറ്റ് മെറ്റലിലെ ഓരോ സ്റ്റേഷനിലൂടെയും കടന്നു പോവുകയാണ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷൻ 1, ഇതാണ് സ്റ്റേഷൻ 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ പിയേഴ്സിങ് നടക്കും. അതിനുശേഷം ഷീറ്റ് മെറ്റലിൽ എഗെയിൻ ഫീഡ് ചെയ്യും രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷനിൽ എന്ത് നടക്കും, ബ്ലാങ്കിങ് നടക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷനിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വാഷർ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് പ്രോഗ്രസീവ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ പ്രോഗ്രസീവ് ടൂൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് മെറ്റൽ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ പ്രോഗ്രസീവ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പിയേഴ്സിങ് പഞ്ച്, ഇതാണ് ബ്ലാങ്കിങ് പഞ്ച്, ഇത് പിയേഴ്സിങ് ബ്ലാങ്കിങ് ഡൈ, ഇത് പിയേഴ്സിങ് ഡൈ. സോ ഫസ്റ്റ് സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷൻ നമ്പർ 1, ഇതാണ് സ്റ്റേഷൻ നമ്പർ 2. സ്റ്റേഷൻ നമ്പർ 1ൽ പിയേഴ്സിങ് ഓപ്പറേഷനാണ്, സ്റ്റേഷൻ നമ്പർ 2ൽ ബ്ലാങ്കിങ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് ടൂൾ. So next one, compound tool.
Okay. The first one is a compound tool. Okay. Just on the page മാറിപ്പോയിട്ടുണ്ട് ഇവിടെ. കോമ്പൗണ്ട് ടൂൾ എന്ന് പറയുന്നത് ഇതാണ് കോമ്പൗണ്ട് ടൂൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജാണ് ഇവിടെ വേണ്ടത്. ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, സോ കോമ്പൗണ്ട് ടൂൾ. In compound tool, one or more cutting operations are performed at a same stage and is only carried out in a single stroke of press. It is known as compound tool. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ടൂൾ? അതായത് in a single stroke of press, one more cutting operation is take place in a single station. അതായത് ഒരു സ്ട്രോക്കിൽ, പ്രസ്സിൻ്റെ ഒരു സ്ട്രോക്കിൽ വൺ മോർ കട്ടിങ് ഓപ്പറേഷൻ ടേക്ക് പ്ലേസ് ചെയ്യാണ് ഇൻ വൺ സ്റ്റേഷൻ. ഒറ്റ സ്റ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് ടൂൾ. അപ്പോൾ ഈ കോമ്പൗണ്ട് ടൂളിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് സ്ട്രിപ്പ്. ഓക്കെ, ഇതെന്താണ്? ഇത് പിയേഴ്സിങ് പഞ്ചാണ്. ഓക്കെ, ഇത് പിയേഴ്സിങ് പഞ്ചാണ്. ഇതെന്താണ്? ബ്ലാങ്കിങ് പഞ്ചാണ്. സോ ഇത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ഹാഫ് താഴോട്ടേക്ക് മൂവ് ചെയ്യും. ദെൻ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്കിങ് പഞ്ച് ബ്ലാങ്ക് ചെയ്യും സ്ട്രിപ്പിന്. അതേ സമയം തന്നെ പിയേഴ്സിങ് പഞ്ച് എന്ത് ചെയ്യും? പിയേഴ്സിങ് ചെയ്തിട്ട് ഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു വാഷറിൻ്റെ കോമ്പൗണ്ട് ഡൈ ആണ്. സോ കോമ്പൗണ്ട് ഡൈൻ്റെ കേസിൽ ഒറ്റ സിംഗിൾ സ്റ്റേഷൻ, ഒരു സിംഗിൾ സ്റ്റേഷനേ ഉണ്ടാവുള്ളൂ. പക്ഷേ സിംഗിൾ സ്റ്റേഷനിൽ മോർ ദാൻ വൺ കട്ടിങ് ഓപ്പറേഷൻ ടേക്ക് പ്ലേസ് ഇൻ വൺ സ്ട്രോക്ക് ഓഫ് ദി പ്രസ്. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് ഡൈ, there will be only one station. At that station, more than one cutting operation will be taking place in single stroke of the press. അപ്പോൾ പ്രസ് ഒരു തവണ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ, പ്രസ്സിൻ്റെ റാം ഒരു തവണ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കട്ടിങ് ഓപ്പറേഷൻസുകൾ സെയിം സ്റ്റേഷനിൽ നടക്കും. ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ഡൈ. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇതാണ് ബ്ലാങ്കിങ് പഞ്ച്. അപ്പോൾ ബ്ലാങ്കിങ് ഡൈ ഏതാണ്? ഇതാണ് ബ്ലാങ്കിങ് ഡൈ. ഇതാണ് പിയേഴ്സിങ് പഞ്ച്. ഇതാണ് പിയേഴ്സിങ് ഡൈ എന്ന് പറയും. ഓക്കെ, then combination tool. See, a tool in which a cutting operation is combined with a non-cutting operation produce the required component in a single stroke of press. That is known as combination tool. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ ടൂൾ? കോമ്പിനേഷൻ ടൂൾ എന്ന് പറയുന്നത് കട്ടിംഗ് ഓപ്പറേഷൻ നോൺ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കും ഇൻ ഓൺലി വൺ സ്റ്റേഷൻ ഇൻ സിംഗിൾ സ്ട്രോക്ക് ഓഫ് പ്രസ്. പ്രസ്സിൻ്റെ ഒരു സ്ട്രോക്കിൽ ഒരു കട്ടിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ നോൺ കട്ടിംഗ് ഓപ്പറേഷനും ഒരു സ്റ്റേഷനിൽ നടക്കും. അതിനെയാണ് കോമ്പിനേഷൻ ടൂൾ എന്ന് പറയുന്നത്. സി കോമ്പിനേഷൻ ടൂൾ, ടു ഓർ മോർ ഓപ്പറേഷൻസ് സച്ച് ആസ് ഫോമിംഗ്, ഡ്രോയിങ്, എക്സ്ട്രൂഡിംഗ് മേ ബി കമ്പൈൻഡ് വിത്ത് കട്ടിംഗ് ഓപ്പറേഷൻസ്. സി ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പിനേഷൻ ടൂൾ. അപ്പോൾ കോമ്പിനേഷൻ ടൂളിൻ്റെ കേസിൽ ഒരു കട്ടിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ നോൺ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കും. So this is the metal piece and this is the blanking punch. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഒരു ബ്ലാങ്കിങ് നടക്കും, അതേപോലെ തന്നെ എന്ത് നടക്കും? ഒരു ബെൻഡിങ് നടക്കും. രണ്ട് ഓപ്പറേഷൻ നടക്കും, ബ്ലാങ്കിങ് ആൻഡ് ഫോമിങ് ഓപ്പറേഷൻസ്. ഇവിടെ ഫോമിങ് ആണ് നടക്കുന്നത്, ബെൻഡിങ് അല്ല. ഹിയർ ഇറ്റ് വിൽ ബി കട്ടിങ് ആൻഡ് ദ പഞ്ച് വിൽ ബെൻഡ് ലൈക്ക് ദിസ്. ദ ഷീറ്റ് മെറ്റൽ വിൽ ബെൻഡ്. ഓക്കെ, സോ ഒരു കട്ടിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ നോൺ കട്ടിംഗ് ഓപ്പറേഷനും ഒരു സ്റ്റേഷനിൽ നടക്കുകയാണെങ്കിൽ ഇൻ സിംഗിൾ സ്ട്രോക്ക് ഓഫ് പ്രസ്, ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പിനേഷൻ ഡൈ. ഓക്കെ, സോ 3 ഡൈസുകളാണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സിലബസ് പഠിക്കാനുള്ളത്. പ്രോഗ്രസീവ് ടൂള്, കോമ്പൗണ്ട് ടൂള്, കോമ്പിനേഷൻ ടൂൾ. 3ൻ്റെ ഫിഗർ പഠിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈസ് ആണ്, അല്ലെങ്കിൽ പ്രസ് ടൂളാണ്. So we have open tool, guide plate tool, progressive tool, compound tool, combination tool. Then one more tool will be the inverted die, but it is not required as per syllabus. That's why I am not discussing that. Okay, thank you.